പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് അമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആയോധനകല എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും നമുക്കത് പ്രയോഗത്തിലേക്ക് വരുത്താനും അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള പലതും നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ വാച്ച്, പേഴ്സ്, മാലകൾ, വള അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം ആണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ നമ്മുടെ ചെറിയ കുടുംബം, വ്യക്തി മുതൽ കുടുംബം മുതൽ നമ്മുടെ സമൂഹം മുതൽ നമ്മുടെ രാജ്യം വരെയുള്ള സുരക്ഷ അത്രമാത്രം. അതായത് രാജ്യത്തെ ജനങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ രാജ്യം സ്ട്രോങ് ആയിരിക്കുമല്ലോ. അതാണ് എൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വത്തിനെ നമുക്ക് ജീവനെയും സംരക്ഷിക്കാം, അതാണ് ആയോധനകലയുടെ ലക്ഷ്യം. അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇപ്പോൾ ക്രാവ് മാഗിൽ വന്നതിന് ശേഷം കുറച്ചേറെ പുതിയ ഒരുപാട് ഐഡിയകൾ നമുക്ക് കിട്ടി, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ആയോധനകലകളൊക്കെ തന്നെ എത്രമാത്രം പുരോഗമിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിലൊരു ചിന്തയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന, പഠിപ്പിക്കലല്ല. വളരെ സന്തോഷകരമായൊരു വാർത്തയുണ്ട്. പലരും ചോദിച്ചിട്ട് നേരിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാം. എൻ്റെ ഐഡിയകൾ ഞാൻ ഷെയർ ചെയ്യാൻ റെഡിയാണ്. മാസത്തിൽ ഒരു തവണ നടക്കുകയുള്ളൂ, കാരണം വെച്ചാൽ ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ട് മാസത്തിൽ ഒരു ക്ലാസ് വെച്ച് തരാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അത് ഈ ഫെബ്രുവരി മാസം അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, മറുപടി തരുന്നതാണ്. മെസ്സേജ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, നേരിട്ട് സംവദിക്കാം. മാർഷൽ ആർട്ടിൽ ഒരു ഇല്ലാത്ത ആളാണെങ്കിലും പരിചയമുള്ള ആളാണെങ്കിലും വരാം തീർച്ചയായിട്ടും, കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഗുണമാണെങ്കിൽ തുടരുക, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സൗഹൃദം സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കണം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സ്. ഈ പേഴ്സ് പലരും പല രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. അതെങ്ങനെയാണെന്നും അതിലാരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം മാർഷൽ ആർട്ട് പഠിച്ചതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതുമാണ് ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യണത്. നേരെ വീഡിയോയിലേക്ക്. Life's a journey, endless and wide, in search of peace, where dreams reside. At VIP, we find our way, a guiding light to a brighter day. Ignorance fades as wisdom grows, through paths the great gurus chose. Born to win with hearts so strong. VIP, we all belong. Viswacharya, the beacon of light, igniting minds, shining bright, with dreams to soar, with wings to fly. At VIP, we reach the sky. Dr. Harish leads with a vision so clear, a path to success free from fear. Broad minds and open hearts, together we create a work of art. Fighting for success, we stand as one. The journey of life has just begun. Tranquility and fortune in our... ചെയ്ത പല കാര്യങ്ങളും നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ചിലർ പൈസ എണ്ണുന്ന സമയത്ത് പേഴ്സ് അശ്രദ്ധമായിട്ട് പൊക്കി പിടിച്ച് എണ്ണും. ചിലർ എണ്ണിയതിന് ശേഷം പേഴ്സ് എടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് മുറുകെ പിടിച്ചിട്ട് എണ്ണുന്നത്. അതൊക്കെയാണ് കാണിച്ചത്. അതൊക്കെ അപകടം തന്നെയാണ്. എപ്പോഴും നമ്മുടെ നേവൽ സൈഡിലേക്ക് വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്നൊന്നും ആർക്കും അത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പിടിച്ച് മേടിക്കുമ്പോൾ കളരിയിൽ തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാർഷൽ ആർട്ട് മറ്റുള്ള പലതിലും ഉപയോഗിക്കുന്ന പൂട്ടുകൾ, ആ പൂട്ടുകൾ എങ്ങനെ വരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവിതത്തിൽ ഇതിൻ്റെ പ്രായോഗികത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എവിടെയാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ അവസാന ഭാഗത്ത് ഇപ്പോൾ മാർഷൽ ആർട്ട് പഠിച്ച ഒരാളാണ്, കിക്കൊക്കെ നല്ല വശമുള്ള ആളാണ്, എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയും വളരെ ചെറിയ ട്രെയിനിങ്ങിലൊക്കെ പലതും ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.